മഴ തോരും മുംബൈയിൽ സ്റ്റാലിനെ പൊളിച്ചടുക്കുകയാണ് അലീന എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അലീനയാണെങ്കിൽ സ്റ്റാൻലി ജോസഫിൻ്റെ വീടും കാര്യങ്ങളൊക്കെ കണ്ട് സഞ്ചരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ രാത്രിയാകുന്നുണ്ട്. എല്ലാവരോടുമായിട്ട് ഒരുവിധം അലീന കമ്പനിയാവുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി അച്ഛനോട് കുറച്ച് നേരമൊന്ന് സംസാരിക്കാമെന്ന് കരുതി നമ്മുടെ അലീന സ്റ്റാലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം സ്റ്റാൻലി ജോസഫ് ആണെങ്കിൽ മദ്യപിക്കാനായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അലീന കാണുന്ന ദൃശ്യമെന്ന് പറയുന്നത് തൻ്റെ അച്ഛൻ മദ്യപിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇതേസമയം പെട്ടെന്ന് തന്നെ അലീന പോവുകയാണ് പിന്തിരിഞ്ഞ്. അപ്പോൾ സ്റ്റാൻലി പിന്നാലെ ചെന്നിട്ട് പറയുന്നുണ്ട്, എന്താ മോളെ എന്ന്. ഇതേ സമയമാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ മദ്യപിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ എന്ന് പറയും. എന്താ മോൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ മദ്യം കാണുന്നതോ മദ്യപിക്കുന്നവരെയോ ഒന്നും ഇഷ്ടമൊന്നുമല്ല എന്ന് പറയുമ്പോൾ, എന്നാൽ അച്ഛൻ ഇന്നത്തോടെ നിർത്തുകയാണ്, നിനക്ക് വേണ്ടി നിർത്തുകയാണ് എന്ന് സ്റ്റാലിൻ പറയുകയാണ്. ഇതേ സമയം നിർത്തിയിട്ട് എന്നോട് സംസാരിച്ചാൽ മതി എന്നും അലീന പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ. ഇവിടെയാണെങ്കിൽ വൈജയന്തിയാണെങ്കിൽ സ്വത്തും കാര്യങ്ങളും ഒക്കെ നോക്കാണ്. അലീന എങ്ങനെയാണ് പോയത്, അതോ വെറുകയോടെയാണ് പോയത്, അവൾക്ക് എന്തോരം കൊടുത്തു എന്നൊക്കെ നോക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തി ഞെട്ടിപ്പോവാണ്. 15 ലക്ഷം രൂപയുടെ അടുത്ത് അലീനയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്ന് നമ്മുടെ വൈജയന്തി തിരിച്ചറിയുകയാണ്. എന്തിനാണ് അത്രയും കൊടുത്തത് എന്ന് വൈജയന്തി ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ ഞങ്ങളാണ് അലീന ചേച്ചിക്ക് ഈ സാധനങ്ങളൊക്കെ കൊടുത്തത് എന്ന് പറയുകയാണ്. അങ്ങനെ എനിക്കറിയായിരുന്നു എന്ത് ബന്ധമാണ് ബാലേന്ദ്രനും അവളും തമ്മിലുള്ളത്, ഇത്രയും ലക്ഷങ്ങൾ അവൾക്ക് കൊടുക്കാനായിട്ട് എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. ഇതേ സമയമാണെങ്കിൽ എന്തായാലും ആൻറ്റി ഇത് അങ്കിൾ വരുമ്പോൾ ചോദിച്ചോളൂ, അപ്പോൾ ആൻറ്റിക്കുള്ള മറുപടിയും ഉത്തരവും കൃത്യമായിട്ട് അങ്കിൾ തന്നെ തരുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് മറുപടി, എന്താടാ മനു നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ ആൻറ്റിക്കത് അധികം വൈകാതെ തന്നെ മനസ്സിലാവും. ആഗ്രഹകഥകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ വൈജയന്തി പേടിച്ചു പോവുകയാണ് എന്ന് കാണാൻ കഴിയും. ആഗ്ര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വൈജയന്തി പിന്നെ അത്രയൊന്നും ശബ്ദമുണ്ടാക്കുന്നില്ല എന്നും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്, എന്തേ ആൻറ്റി ആഗ്ര എന്ന് കേട്ടതും ശബ്ദമൊക്കെ പോയോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയം അവൾ നുണച്ചി പറഞ്ഞത് വെച്ച് നീ എന്നെ ഇങ്ങനെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട മനു എന്ന് പറയുമ്പോൾ, എങ്കിൽ ശരി, അധികം വൈകാതെ തന്നെ ആൻറ്റിക്ക് ഉള്ളതൊക്കെ അങ്കിൾ തരും, അങ്കിൾ വരുമ്പോൾ തന്നെ ചോദിച്ചോ എന്ന് പറയുന്നതും അപ്പോൾ അങ്കിളുടെ നിന്ന് ലഭിക്കുമെന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ വൈജയന്തിക്ക് നല്ല രീതിയിൽ തന്നെ പേടിയാക്കുന്നുണ്ട്. അലീന എന്തൊക്കെയോ ബാലചന്ദ്രനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് വൈജയന്തി തിരിച്ചറിയുകയാണ് എന്നും കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം നമ്മുടെ വൈജയന്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ അലീന തൻ്റെ അച്ഛനെ നേർവഴിക്ക് നടത്താനായിട്ട് പരിശ്രമിക്കുകയാണ് എന്നും കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സ്റ്റാലിനെ നേർവഴിക്ക് നടക്കുമോ എന്നൊക്കെ കണ്ട് തന്നെ കാണണം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. താങ്ക്സ് ഫോർ